മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ നോമ്പ് കാലത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നലെ നാം വിഭൂതി തിരുനാളിൽ പങ്കെടുത്ത് തിരുക്കർമ്മങ്ങളിലെല്ലാം പങ്കെടുത്ത് ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. നോമ്പുകാലം ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഇന്ന് 2-ാം ദിവസമാണ്. എന്താണ് നോമ്പുകാലം നമ്മോട് ആവശ്യപ്പെടുന്നത്? അതൊരു വീണ്ടെടുക്കലാണ്. നമ്മുടെ ഐഡി തിരിച്ചെടുക്കൽ, അല്ലെങ്കിൽ നമ്മുടെ വിലാസം വീണ്ടെടുക്കുന്ന ഒരു സമയമാണ് നോമ്പുകാലം എന്ന് പറയാം. എന്താണ് നമ്മുടെ വിലാസം? എൻ്റെ വിലാസം എന്തെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും എന്താണ് പറയുക? എൻ്റെ വീട്ടുപേര്, എൻ്റെ അപ്പൻ്റെ പേര്, പിന്നെ എൻ്റെ പേര്, ഇന്നയാളുടെ മകൻ, അല്ലേ? അതാണ് നമ്മുടെ എല്ലാവരുടെയും വിലാസം. പക്ഷെ ആ വിലാസം ഒരു താൽക്കാലിക വിലാസം മാത്രമാണ്. നമ്മുടെ ഈ ലോകത്തെ ജീവിതാവസാനത്തോടു കൂടി ആ വിലാസം അവസാനിക്കും. എന്നാൽ നിലനിൽക്കുന്ന ഒരു വിലാസമുണ്ട്. ആ വിലാസം എന്താണ്? അത് ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രിയാണ് എന്നുള്ള ഒരു സ്വത്വമാണ്, അല്ലെങ്കിൽ ഒരു വിലാസമാണ്, ഒരു അഡ്രസ്സാണ്. ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനുള്ള ഒരു സമയമാണ് നോമ്പുകാലം. ഈ വിലാസം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? ഒരു സേനാനായകൻ്റെ മകൻ, വീരചക്രയൊക്കെ വാങ്ങി വെച്ചിരിക്കുന്ന ഒരു രാജ്യത്തിന് വേണ്ടി പടപൊരുതിയ ഒരു സേനാനായകൻ്റെ മകൻ, ആ മകൻ താന്തോന്നിയായി ജീവിക്കുമ്പോൾ പൊതുമുതലുകൾ നഷ്ടപ്പെടുത്തുമ്പോൾ ആളുകൾ എന്തു പറയും? ഓ, ഈ മനുഷ്യൻ്റെ ആ അവാർഡ് വാങ്ങിയ, പുരസ്കാരങ്ങൾ വാങ്ങിയ മനുഷ്യൻ്റെ മകനല്ലേ ഇയാൾ? എന്തുകൊണ്ടത് ചോദിക്കുന്നു? ആ അപ്പച്ചൻ്റെ സ്വഭാവം ആ മകനിൽ വിരുദ്ധമായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ യഥാർത്ഥ അഡ്രസ്സാകുന്ന ദൈവത്തിൻ്റെ മകൾ, ദൈവത്തിൻ്റെ മകൻ എന്നുള്ള ആ വിലാസം നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഏറ്റവും ഉചിതമായ സമയമാണ് നോമ്പുകാലം. ഒരു തിരിഞ്ഞു നോട്ടമാണ് ഇതിലൂടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒരു തിരിഞ്ഞു നോട്ടം ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ കുറേ കൂടി ആഴത്തിൽ ഒരു തിരിച്ച് പോക്ക് നടത്താൻ വേണ്ടി, ഒരു തിരിച്ചറിവിലേക്ക് കടന്നു വരാൻ വേണ്ടി, നഷ്ടപ്പെട്ട വിലാസം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമാണ് നോമ്പ്. എങ്ങനെയാണ് ഈ വിലാസം നഷ്ടപ്പെടുന്നത്? ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ കടന്നു വരുന്നതിന് വിഘാതമായി പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ അഡ്രസ്സ് നഷ്ടപ്പെടുത്തുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ, മത്തായിയുടെ സുവിശേഷത്തിലെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നാം വിശുദ്ധ ബലിയിൽ വായിച്ചു കേട്ടത്. അതിൽ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ എന്ന് പറഞ്ഞ് ഈശോ തൻ്റെ കാഴ്ചപ്പാട്, തൻ്റെ പ്രബോധനം നൽകുകയാണ്. നമുക്കെതിരായി പ്രവർത്തിക്കുന്നവനോട് എതിര് ചെയ്യരുത്, തിന്മ നമ്മോട് ചെയ്തവനോട് തിരിച്ച് തിന്മ ചെയ്യരുത് എന്നാണ് ഈശോ പറയുക. 2 കാര്യങ്ങളാണ് ഈ സുവിശേഷത്തിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് മുറിവേൽക്കുമ്പോൾ, നമുക്ക് മറ്റുള്ളവർ തിന്മ അടിച്ചേൽപ്പിക്കുമ്പോൾ തിരിച്ച് തിന്മ ചെയ്യരുത് എന്നുള്ള ഒരു സത്യം. മറ്റൊരു കാര്യം ഈ വചനത്തിൽ പറയുക, നാം നന്മ ചെയ്യുന്നതിന് ഏതറ്റം വരെയും പോകണമെന്നാണ്. ഒരു മനുഷ്യന് എൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഞാൻ തയ്യാറാകണം. അത് ആവശ്യപ്പെടുന്നതിനേക്കാൾ ഒരു പണത്തൂക്കം കൂടുതൽ കൊടുക്കാൻ ഞാൻ തയ്യാറാകണം. തിരുവചനം പറയുന്നുണ്ട്, 1 മൈൽ നിന്നോട് നടക്കാൻ ആവശ്യപ്പെടുമ്പോൾ 2 മൈൽ നടന്ന് അവനെ സഹായിക്കുക. അതാണ്. അപ്പോൾ തിരുവചനത്തിൻ്റെ സന്ദേശം, നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ, ആ ദൈവ സ്വഭാവം നമ്മളിൽ നിഴലിക്കുന്നുണ്ടെങ്കിൽ ഈ സ്വഭാവത്തിലേക്ക് കടന്നു വരണം. ഞാൻ എന്നോട് തിന്മ ചെയ്യുന്നവനോട് തിരിച്ച് തിന്മ ചെയ്യാതിരിക്കുക. മറ്റൊന്ന്, ഞാൻ ഏതൊരു വ്യക്തിക്കും ആവശ്യമായ സഹായം കൊടുക്കുന്നതിന് ഒട്ടും അമാന്തം കാണിക്കാതിരിക്കുക. എൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കുന്നവന് എൻ്റെ മേലങ്കി കൂടി കൊടുത്തുകൊണ്ട് അവനെ സ്നേഹിക്കുക. സ്നേഹിക്കുന്നതിന്, നന്മ ചെയ്യുന്നതിന് അതിരുകൾ നിശ്ചയിക്കാതെ മുന്നോട്ട് പോകാനാണ് ദൈവത്തിൻ്റെ പുത്രനും ദൈവത്തിൻ്റെ പുത്രിയും ഈ ലോകത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയൊരു ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ ഈ നോമ്പുകാലത്ത് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധന ചെയ്യാം. പലപ്പോഴും ഇതിന് തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒരു പ്രധാന കാര്യം എന്താണ്? ആ ഒരു പ്രധാന കാര്യം മറ്റുള്ളവരെ വിധിക്കലാണ്. ഇന്നത്തെ ലേഖന ഭാഗത്തിൽ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അന്യനെ വിധിക്കുമ്പോൾ നിനക്ക് നീതീകരണമില്ല എന്നാണ് പറയുന്നത്. കാരണം മറ്റുള്ളവരെ വിധിച്ചാൽ
നമുക്കെപ്പോഴും അവനോട് സ്നേഹം കാണിക്കാൻ തടസ്സമുണ്ടായിക്കൊണ്ടിരിക്കും. ഒരു ഉദാഹരണം, ഒരു വീട്ടുടമസ്ഥൻ സ്വന്തം വീടിൻ്റെ മുറ്റത്ത്, വിശാലമായ മുറ്റത്ത് കുറേ ചെടികൾ നട്ടു. വിലപ്പെട്ട ചെടികൾ നട്ട ആ മനുഷ്യൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വീട്ടിൽ വിശ്രമിക്കുന്ന നേരത്തെ ഒരു കാഴ്ച കാണുകയാണ്. അയാളുടെ തോട്ടത്തിൻ്റെ ഒരറ്റത്ത് ഒരു മനുഷ്യൻ ചെടി നശിപ്പിക്കുന്നതായി കാണുന്നു. അയാൾ കോപം കൊണ്ട് അരിശം പൂണ്ട് പെട്ടെന്ന് അവിടേക്ക് ഓടി വരികയാണ്. ഓടി വന്ന് ആ മനുഷ്യനെ 2 അടി കൊടുത്തുകൊണ്ട് പറഞ്ഞു, താൻ എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിച്ച് ആക്രോശിച്ച് ആ മനുഷ്യനോട് കയർക്കുകയാണ്. അടികൊണ്ട് ആ മനുഷ്യൻ അവിടെ വീഴുന്നു. വീണ് എഴുന്നേൽക്കുന്ന സമയത്ത് അയാൾ പറയുന്നു, ക്ഷമിക്കണം, ഇത് ചെടിയാണല്ലേ? അപ്പോൾ ഒരു സംശയം വീട്ടുടമസ്ഥന് തോന്നി, അയാൾ എൻ്റെ മുഖത്തേക്ക് എന്താണ് നോക്കാത്തത്? അപ്പോൾ അയാൾക്ക് തോന്നി എന്തോ പ്രശ്നമുള്ള മനുഷ്യനാണെന്ന്. അന്ധനായ ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് കാഴ്ചശക്തിയില്ല, ഞാൻ ഭിക്ഷ യാചിക്കാൻ വന്നതാണ്. പെട്ടെന്ന് വീട്ടുടമസ്ഥാന് ഖേദം തോന്നി. അയാൾ ഒരു നിമിഷം നിശബ്ദനായി. ഒന്ന് ആലോചിച്ചു നോക്കുക, ഈ ഒരു പ്രവൃത്തി അയാൾ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ചെടിയോട് ചെയ്ത ഈ ക്രൂരതയ്ക്ക് തിരിച്ചടി കൊടുക്കുകയാണ് ചെയ്തത്. ഒരു പക്ഷേ ആ വീട്ടുടമസ്ഥൻ ആ സമയം ചിന്തിക്കും, എനിക്ക് ഇങ്ങനെ പ്രതികരിക്കേണ്ടതില്ലായിരുന്നു. ആ സ്ഥാനത്ത് ഞാനും നിങ്ങളുമാണെങ്കിലും നമ്മൾ ചിന്തിക്കുക അത് തന്നെയായിരിക്കും. ഞാൻ വേണമെങ്കിൽ അയാളോട് ചോദിക്കാമായിരുന്നു എന്താണ് കാരണം എന്നുള്ളത്. അപ്പോൾ അയാൾ അന്ധനാണെന്നറിഞ്ഞാൽ ഈ അടി ഞാൻ ഒഴിവാക്കാമായിരുന്നു. കുറച്ചുകൂടി നന്മ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി ശാന്തനായി ആ മനുഷ്യൻ്റെ വിവരങ്ങൾ അറിയുമ്പോൾ ഒരു പക്ഷേ അയാളുടെ കൈ പിടിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് ആനയിച്ച് ഭിക്ഷ കൊടുത്ത് സന്തോഷത്തോടെ പറഞ്ഞയക്കാമായിരുന്നു. ഇതിനൊന്നും അയാൾക്ക് കഴിയാതിരുന്നതിന് എന്താ കാരണം? അയാൾ വിധിച്ചത് എങ്ങനെയാണ്? അകലെ നിന്ന് തൻ്റെ ചെടി നശിപ്പിക്കാൻ ഒരാൾ വന്നിരിക്കുന്നു എന്നുള്ള വിധി നടത്തുകയും ഒപ്പം ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും ഓരോ ദിവസവും എത്രയോ പേരെ വിധിക്കുന്നു. മറ്റുള്ളവരുടെ പ്രവൃത്തികളെ നമ്മൾ വിധിക്കുന്നു, നമ്മോട് ചെയ്യുന്ന പ്രവൃത്തികളെ വിധിക്കുന്നു, വഴിയിൽ പോകുന്ന പ്രവൃത്തികളെ വിധിക്കുന്നു. ഇത്തരം മുൻവിധികളും ദുർവിധികളും നമ്മളെ ചെന്ന് എത്തിക്കുന്നത് എന്തിലേക്കാണ്? ഒരു വിചാരണ നമ്മുടെ മനസ്സിൽ നടത്തി ഒരുപക്ഷെ അതിന് ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നു. ഇനി അങ്ങനെ ഒരു ശിക്ഷ പ്രവൃത്തിയിലൂടെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ നടത്തിയ വിധിക്കനുസരിച്ച് നമ്മൾ പ്രചരണം നടത്തുന്നു. അതും ഒരു ശിക്ഷാരീതിയാണ്. ഈശോ തിരുവചനത്തിൽ പറയുന്നത് എന്താണ്? റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുക, നാം മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നമുക്ക് ന്യായീകരണമില്ല എന്നുള്ളതാണ്. മുൻവിധി ചെയ്തുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ വാക്കുകളിലെ പ്രവൃത്തികളിലെ ഈ മുൻവിധിയിലൂടെ അല്ലെങ്കിൽ ദുർവിധിയിലൂടെ തെറ്റായ വിധികളിലൂടെ നാം ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് പര്യാലോചന ചെയ്യാം. എത്ര പേർക്കെതിരായി നമ്മൾ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചിന്തിക്കാം. ഒരുപക്ഷെ നമ്മുടെ വാക്കുകൊണ്ട് മാത്രമായിരിക്കാം, ചിലപ്പോൾ പ്രവൃത്തി കൊണ്ട് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഈ പ്രവൃത്തികളെല്ലാം നമുക്ക് ആത്മശോധന ചെയ്യാം. പുതിയൊരു വെളിച്ചം നമുക്കുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്ന് തിരുവചനം പറയുന്നു. ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും മഴ പെയ്യിപ്പിക്കുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന ആ നല്ല ദൈവത്തിൻ്റെ മക്കളായി തീരാൻ ഈ നോമ്പുകാലം നമുക്ക് പരിശ്രമിക്കാം. ഓരോ ദിവസവും നമ്മെ സൃഷ്ടിച്ച നമ്മുടെ അപ്പനായിരിക്കുന്ന കാരുണ്യവാനായിരിക്കുന്ന ദൈവത്തിൻ്റെ മകൻ എന്നുള്ള ആ അഡ്രസ്സ് നമുക്ക് ഓർത്തിരിക്കാം. ആ പിതാവിൻ്റെ മകനാണ് ഞാൻ എന്നുള്ള ബോധ്യത്തോടു കൂടി ഓരോ ദിവസവും ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.